മസാല ബോണ്ട് കേസിലെ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ ഇ ഡി ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പു നൽകാനാകുമെന്ന് തോമസ് ഐസക്കിനോട് ഹൈക്കോടതി. ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജിയിലാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. ശ്യാം ദേവരാജ് ചേരും. ശ്യാം, എന്താണിപ്പോൾ കോടതിയിൽ നിന്ന് നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് സംബന്ധിച്ച് എന്താണ് തോമസ് ഐസക്കിന്റെ നിലപാട്? മസാല ബോണ്ട് കേസിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഇക്കാര്യത്തിൽ തോമസ് ഐസക്കിനടക്കം നിരവധി തവണ സമൻസ് അയച്ചിരുന്നു. ഈ സമൻസിന്റെ അനുസരിച്ച് ഇന്ന് തോമസ് ഐസക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകേണ്ടതായിരുന്നു. കാരണം ഇന്ന് 13-ന് ഹാജരാകണമെന്നായിരുന്നു ഈ രണ്ടാമത്തെ സമൻസിലെ നിർദ്ദേശവും. ഇക്കാര്യത്തിൽ തോമസ് ഐസക്ക് ഇന്ന് ഹാജരായിട്ടില്ല. പക്ഷേ ഈ സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സമൻസ് റദ്ദാക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് തോമസ് ഐസക്ക് ഹൈക്കോടതിയുടെ മുന്നിൽ ആവശ്യമായി വെച്ചതും. കാരണം കിഫ്ബിയുടെ ഹർജി സമാനമായ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിൽ വരുമ്പോഴാണ് ഇന്നലെ ഹർജി പരിഗണിക്കുമ്പോൾ തോമസ് ഐസക്കിനോട് ഹൈക്കോടതി പറഞ്ഞത് ചോദ്യം ചെയ്യാൻ ഹാജരാകുകയോ ഇല്ലയോ എന്നത് സമൻസ് ലഭിച്ചയാളുടെ താല്പര്യമാണ്, അത് അവർക്ക് തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ തോമസ് ഐസക്കിന് തീരുമാനമെടുക്കാം എന്ന കാര്യമാണ് ഇന്ന് പറഞ്ഞത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരായാൽ അത്തരമൊരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും ഇ ഡിയിൽ നിന്നും ഉപദ്രവകരമായ നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകാമെന്നാണ് ഹൈക്കോടതി തോമസ് ഐസക്കിനോട് പറഞ്ഞത്. കാരണം തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഇന്ന് പ്രത്യേകമായി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നതും. ഇന്ന് തോമസ് ഐസക്കിന് വേണ്ടി ഹാജരായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്തയാണ്. ജയദീപ് ഗുപ്ത തകരാറുകൾ കൂടി ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്മേൽ ഇന്ന് വിശദമായ ഒരു വാദം കോടതി ഇന്ന് കേട്ടില്ല. കോടതി ഇതിൽ പറഞ്ഞൊരു കാര്യം, തോമസ് ഐസക്കിന്റെ ഹർജി മെരിറ്റിൽ പരിശോധിക്കാം എന്നും ഇതിന്മേൽ വിശദമായ വാദം വെള്ളിയാഴ്ച കേൾക്കാമെന്നുമാണ്. കാരണം വെള്ളിയാഴ്ച കിഫ്ബിയുടെ ഹർജി സമാനമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അതിനൊപ്പം പരിഗണിക്കാം എന്ന കാര്യമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് തോമസ് ഐസക്കിനോട് പറഞ്ഞത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകി.